ഹായ് നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 വന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെസ് ജസ്റ്റ്. ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഈ വേർഡ് ആക്ച്വലി ദ വേർഡ് ഈസ് നോട്ട്, ആ വേർഡ് അതേ രീതിയിൽ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അകത്ത് എഴുതിയിട്ടില്ല. റെസ് ജസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ലാറ്റിൻ വേർഡാണ്. സെക്ഷൻ 6 എന്ന് മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. സെക്ഷൻ 6 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ടേം, ലാറ്റിൻ ടേം റെസ് ജസ്റ്റ്. വാട്ട് യു മീൻ ബൈ റെസ് ജസ്റ്റ്? നോക്കൂ, സെക്ഷൻ 6 ആണ് റെസ് ജസ്റ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് റെസ് ജസ്റ്റ്? റെസ് ജസ്റ്റ് ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് തിങ്സ് ഡൺ. നോക്കൂ, തിങ്സ് ഡൺ മീൻസ് ഇടപാടുകളിലൂടെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദ റൂൾ ഓഫ് ലോ ഓഫ് എവിഡൻസ് ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ഹിയർസേ rule of evidence, and that hearsay evidence is not admissible. As we know, the Indian Evidence Act, hearsay evidence is not admissible. But res geste, section 6, please be not, section 6 is an exception to hearsay evidence. And now it is a spontaneous declaration made by a person immediately after an event. ഒരു കാര്യം നടന്നതിന് ശേഷം സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ഡിക്ലറേഷൻ. ആൻഡ് ബിഫോർ ദ മൈൻഡ് ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി കോൺജർ ദ ഫോൾസ് സ്റ്റോറി. ഒരു ഫോൾസ് സ്റ്റോറി മെനഞ്ഞെടുക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിലൂടെ വരുന്ന ഇടപാടുകളുടെ ഭാഗമായി ഉണ്ടാകുന്നത്, കണക്റ്റിംഗ് ആയിട്ടുള്ളത് എന്നേ നമുക്കതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. സെക്ഷൻ 6 എന്താണ് പറയുന്നത്? നോക്കൂ, സെക്ഷൻ 6ലേക്ക് വന്നാൽ റിലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ഒരേ ഇടപാടിന്റെ ഭാഗമായ വസ്തുതകളുടെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. നോക്കൂ, റിലവൻസി ഓഫ് ദി ഫാക്ട്, റിലവൻസി ഓഫ് ദ ഫാക്ട്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ. അതിന്റെ ഡെഫിനിഷനിൽ പറയുന്നു, ഫാക്ട്സ് വിച്ച് ദോ നോട്ട് ഇൻ ഇഷ്യൂ. സത്യത്തിൽ അതൊരു ഇഷ്യൂ അല്ല. നമ്മൾ ഫാക്ട്സ് ഇൻ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതൊരു ഇഷ്യൂ അല്ല, എന്നാലും ആർ സോ കണക്റ്റഡ്. നോക്കൂ, കണക്ട് ചെയ്തിരിക്കുകയാണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? വിത്ത് എ ഫാക്ട് ഇൻ ഇഷ്യൂ. ഒരു ഫാക്ട് ഇൻ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ആസ് ടു ഫോം പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ, ഒരേ ഇടപാടിന്റെ ഭാഗമായി വരുന്ന ഫാക്ട് ഇൻ ഇഷ്യൂവിന്റെ ഭാഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനെ ആർ റിലവന്റ്. സെക്ഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആർ റിലവന്റ്, അത് പ്രസക്തമാണ് എന്നാണ് പറയുന്നത്. വെദർ ദേ ഒക്കേർഡ് അറ്റ് ദ സെയിം ടൈം ആൻഡ് പ്ലേസ് ഓർ അറ്റ് ഡിഫറെന്റ് ടൈം ആൻഡ് പ്ലേസസ്. പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് നടക്കുകയോ അല്ലെങ്കിൽ ഏതൊരു ഭാഗത്ത് വെച്ച് നടന്നാൽ പോലും ഇതിന് ഒരു പ്രസക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 6നെ നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് റെസ് ജസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമുമായി ഇതിന് ബന്ധപ്പെട്ട് വരുന്നു, ലാറ്റിൻ ടേമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്ഷൻ 6ൽ പറയുന്നു, Section 6 of the Indian Evidence Act clearly says that the principles that hearsay evidence is not admissible in court of law, but res geste is an exception. ഇത് എക്സെപ്ഷൻ ആണ് എന്ന് പറയുന്ന ഭാഗമാണ് സെക്ഷൻ 6. ഓക്കെ, the most complicated area of the criminal jurisprudence is that it is the tool of proving. ഒരു കേസിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് എവിഡൻസ് ഈസ് പ്രസന്റഡ് ബിഫോർ ദ കോർട്ട് ഫോർ പ്രൂവിംഗ് എ കേസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് കണക്ടിംഗ് ഫാക്ടർ. നമുക്ക് കണക്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായും അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ് റെസ് ജസ്റ്റ്. അവിടെയാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റെസ് ജസ്റ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ദ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ്. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ ഏറ്റവും പ്രധാനമായും അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ് റെസ് ജസ്റ്റ്. സെക്ഷൻ 6 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഭാഗമാണ്. ഇനി ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റ്. ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് എവരി റിലവന്റ് പാർട്ട് ഓഫ് ദ സെയിം transaction, the chain of event is considered before the final disposal by the judiciary. ജുഡീഷ്യറിയുടെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഇത് ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് ഇത് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി ഇത് എടുക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് എന്താണ് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ നമ്മൾ ഭാഗം നോക്കിയാൽ ഇതിൽ വാട്ട് ആർ ദ മെയിൻ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ ടു ദ എവിഡൻസ് ആസ് റെസ് ജസ്റ്റ് fall into 3 heading. 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, words or phrases which either form part of the same transaction, that means they explain a physical act. The first one is that
words or phrase which either form part of it. Second one is that the exclamation which are so spontaneous as to believe the connotation. That means it is in the belief and it is a spontaneous nature, that the statements which are evidence as to the someone's state of mind, ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ അകത്തേക്ക് ഇത് കടന്നു വരേണ്ടതുണ്ട്. ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാക്ട്സുകളെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഫാക്ട്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഇടപാടുകളെ, അതിനെ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ആ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ റെസ് ജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ റെസ് ജസ്റ്റ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി ഇതൊന്നുമല്ല, മറ്റൊരു ഭാഗം നമ്മൾ ആലോചിച്ചാൽ, ദാറ്റ് റെസ് ജസ്റ്റ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ അഡ്മിസിബിൾ അണ്ടർ സെക്ഷൻ 6. സെക്ഷൻ 6 പ്രകാരം ചില സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് അഡ്മിസിബിൾ ആയിട്ട് വരും. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് സം ഓഫ് ദി കണ്ടീഷൻസ് ആർ ടു ബി സാറ്റിസ്ഫൈഡ്. അവിടെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് the statement must be a statement of fact and not an opinion. It is a statement of fact. Statement of fact, not an opinion. എൻ്റെ ഒപ്പീനിയൻ ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ എ പാർട്ടിസിപ്പന്റ് ഓർ വിറ്റ്നസ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ഒന്നുകിൽ അതിൽ സാക്ഷിയായിട്ടുള്ള ഒരാൾ, അല്ല എങ്കിൽ അതിലൊരു പാർട്ടിസിപ്പന്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. നോക്കൂ, അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഒപ്പീനിയൻ ആകാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നു ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ ബൈസ്റ്റാൻഡർ. ഒരു ബൈസ്റ്റാൻഡർ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അഡ്മിസിബിലിറ്റി ഉണ്ട്. ഇഫ് ഹി വാസ് പ്രസന്റ് അറ്റ് ദ സെയിം സീൻ ഓഫ് ഒഫൻസ്, ആ സീൻ ഓഫ് ഒഫൻസിൽ അയാൾ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അയാൾ പ്രസന്റ് ആയിരുന്നാൽ മാത്രമേ അതിന് പ്രാധാന്യം വരുന്നുള്ളൂ. എന്നാൽ അയാൾ പ്രസന്റ് ആകാതിരിക്കുകയും വേറൊരാൾ എന്താണ് പറഞ്ഞത് കേട്ടുകൊണ്ട് ഇയാൾ വന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാൾ ഒരു ക്രൈം സീനിൽ ഉണ്ടായിരുന്നു എ, എന്നാൽ എ ഒരിക്കലും ഒരിത് പറയുന്നില്ല, റെസ് ജസ്റ്റ് പറയുന്നില്ല, എന്ന രീതിയിലേക്കൊന്നും പറയുന്നില്ല. എന്നാൽ എ വന്ന് ബിയോട് പറഞ്ഞത് ബി ഒരു ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞാൽ അതൊരിക്കലും അഡ്മിസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. സോ ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് എക്സ്പ്ലെയിൻ ആൻഡ് ദ ക്യാരക്ടറൈസ് ഓഫ് ദി ഇൻസിഡന്റ് ഇൻ ദ സെയിം മാനർ. നോക്കൂ, ക്യാരക്ടറൈസ് ചെയ്യുക ദ ഇൻസിഡന്റ് ഇൻ ദ സെയിം മാനർ, അതേ രീതിയിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. നോക്കൂ, ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബി എ അടിച്ചു കൊന്നതായി എ ബി എ അടിച്ചു കൊന്നതായി പറയുകയാണ്. അപ്പോൾ ബി എ അടിച്ചു കൊന്ന സമയത്ത് അവിടെ പ്രസന്റ് ആയിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റെസ് ജസ്റ്റയുടെ ഭാഗമാണ്. അപ്പോൾ ആ അടിച്ചു കൊല്ലുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപോ അതിനുശേഷമോ നടന്നിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നു. നോക്കൂ, ബി എ അടിച്ചു കൊന്നതായി എയുടെ മേൽ ഒരു കുറ്റം ആരോപിക്കുകയാണ്. അവിടെ നിന്നിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റെസ് ജസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഭാഗമായി വരുന്നതാണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ റെസ് ജസ്റ്റയുടെ ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയത്. ഇതോടുകൂടി റെസ് ജസ്റ്റയെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.